അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോണുകൾ ശരിക്കും എവിടെയാണ്? നമ്മളിന്ന് ആറ്റത്തിന്റെ ഒരു കംപ്ലീറ്റ് മാപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ പഴയ ധാരണകൾ എവിടെയാണ് തെറ്റിയതെന്ന് നോക്കി തുടങ്ങാം. ബോർ മോഡൽ സിമ്പിളായിരുന്നു, പക്ഷേ അതിന് ചില പരിമിതികളുണ്ട്. ക്വാണ്ടം മെക്കാനിക്സ് നമുക്ക് കുറച്ചുകൂടി കൃത്യമായൊരു ചിത്രം തരുന്നു. പ്രധാന ഊർജ്ജനിലകളെ നമുക്ക് ഷെല്ലുകൾ എന്ന് വിളിക്കാം. ഒരു ഇലക്ട്രോൺ ഹോട്ടലിലെ നിലകൾ പോലെ. അതിനെ എൻ എന്ന് കുറിക്കാം. എന്ന് കൂടുന്തോറും ഷെൽ ന്യൂക്ലിയസിൽ നിന്ന് അകലെയും ഊർജം കൂടുതലുമായിരിക്കും. ഇവിടെയാണ് ശരിക്കും രസം. ഓരോ ഷെല്ലിനകത്തും പലതരം റൂമുകളുണ്ട്. നമ്മളതിനെ സബ്ഷെല്ലുകളെന്ന് പറയും. ഈ സബ്ഷെല്ലുകൾക്ക് എസ്, പി, ഡി, എഫ് എന്നൊക്കെയാണ് പേരുകൾ. ഓരോന്നിനും ഓരോ പ്രത്യേക ആകൃതിയാണ്. ഓരോ സബ്ഷെല്ലിനും നിശ്ചിതമെണ്ണം ഓർബിറ്റലുകളുണ്ട്. ഒരു ഓർബിറ്റലിൽ വെറും 2 ഇലക്ട്രോണുകൾക്ക് മാത്രം ഇടാം. ഇലക്ട്രോണുകൾ എപ്പോഴും ഏറ്റവും ഊർജം കുറഞ്ഞ സബ്ഷെല്ലുകളാണ് ആദ്യം തിരഞ്ഞെടുക്കുക. പക്ഷേ ആ ഓർഡർ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അതിനൊരു സിമ്പിൾ നിയമമുണ്ട്, N+L റൂൾ. ഇതാണ് ഇലക്ട്രോണുകൾ നിറയുന്ന ഓർഡർ തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ നിയമം വെച്ച് ഒരു ക്ലാസിക് സംശയം തീർക്കാം. 4s ആണോ 3D ആണോ ആദ്യം നിറയുക? ആദ്യം 4s എടുക്കാം. n=4, l=0. അപ്പോൾ n+lന്റെ വില 4. ഇനി 3Dക്ക് n=3, l=2. അപ്പോൾ n+lന്റെ വില 5. അപ്പോൾ 4sന് 3Dയേക്കാൾ ഊർജം കുറവാണ്. അതുകൊണ്ട് 4s ആണ് 3Dക്ക് മുൻപ് നിറയുന്നത്. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇനി ഇതാണ് ഏറ്റവും വലിയ കാര്യം. ഇലക്ട്രോൺ നിറയുന്ന ഈ ഓർഡറാണ് പീരിയോഡിക് ടേബിളിന് അതിന്റെ ഘടന നൽകുന്നത്. ഒരു എലമെന്റിന്റെ അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണോ അതായിരിക്കും പീരിയോഡിക് ടേബിളിലെ അതിന്റെ ബ്ലോക്ക്. ഈ കോൺഫിഗറേഷൻ വെച്ച് ഏത് എലമെന്റിന്റെയും പീരിയഡും ഗ്രൂപ്പുമെല്ലാം കൃത്യമായി പറയാൻ പറ്റും. പക്ഷേ ഈ നിയമങ്ങൾക്ക് ചില പ്രധാനപ്പെട്ട ഒഴിവാക്കലുകളുണ്ട്. കാരണം പ്രകൃതിക്ക് സ്ഥിരതയാണ് പ്രധാനം. N+ റൂൾ അനുസരിച്ച് ക്രോമിയത്തിന്റെ കോൺഫിഗറേഷൻ ഇങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷേ യഥാർത്ഥത്തിൽ പകുതി നിറഞ്ഞ ഡി സബ്ഷെൽ കൂടുതൽ സ്ഥിരത നൽകും. അതുകൊണ്ട് 4sലെ ഒരു ഇലക്ട്രോൺ 3Dയിലേക്ക് മാറും. ഇതുപോലെ തന്നെയാണ് കോപ്പറിന്റെ കാര്യവും. പക്ഷെ ഇവിടെ പൂർണ്ണമായി നിറഞ്ഞ ഡി സബ്ഷെല്ലിന്റെ സ്ഥിരതയാണ് ലക്ഷ്യം. അതായത് പകുതി നിറഞ്ഞതോ പൂർണ്ണമായി നിറഞ്ഞതോ ആയ ഡി സബ്ഷെല്ലുകൾക്ക് ഒരു പ്രത്യേക സ്ഥിരതയുണ്ട്. ഇതാണ് ആ നിയമം തെറ്റിക്കാൻ കാരണം. അപ്പോൾ ഒരു ഇലക്ട്രോണിന്റെ വിലാസം വെറുമൊരു ലൊക്കേഷൻ മാത്രമല്ല, അത് ആ എലമെന്റിന്റെ രാസപരമായ സ്വഭാവത്തിന്റെ താക്കോലാണ്.